എൻ്റെ റഹീമെ നിങ്ങളാണ്. വ്യാജ വോട്ടുകൾ, കള്ള വോട്ടുകൾ, മരിച്ച ആളുകൾ മൊത്തം ഒന്ന് വോട്ട് ചെയ്യുന്ന ദിവ്യശക്തി, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്, സാർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി വ്യാജരേഖകൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ തന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ പദവിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. ശ്രീ ശ്യാംരാജ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ SIR-മായി ബന്ധപ്പെട്ട 11 രേഖകളിൽ ആധാർ അടക്കമുള്ള, ആധാറോ എപ്പിക് നമ്പർ, അതായത് വോട്ടർ ID ഒന്നുമില്ല. 65 ലക്ഷം ആളുകളാണ് പുറത്തു നിൽക്കുന്നത്. സുപ്രീം കോടതി ഇന്റർവെൻഷൻ കൊണ്ടാണ് അവർക്ക് അവരുടെ എക്സ്ക്ലൂഷനെ ചലഞ്ച് ചെയ്യാൻ, ആധാർ ഉപയോഗിച്ച് ചലഞ്ച് ചെയ്യാനുള്ള അവസരം പോലും ഒരുങ്ങുന്നത് എന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ, ഇനി SIR ബംഗാളിലേക്കും കേരളത്തിലേക്കും ഒക്കെ വരികയാണ്. നമ്മളെങ്ങനെയാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തത് എന്നുള്ളത് കണ്ടതാണ്. അന്നേരം പേരിൽ വന്ന, അഡ്രസ്സിൽ വന്ന ഒരു പോസ്റ്റ് കാർഡ് കാണിച്ചാൽ മതിയായിരുന്നു. ദുർബലമായ, അവിടെ താമസമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കത്തോ കാർഡോ കൊണ്ട് വോട്ടർ പട്ടികയിൽ ഇടം നേടാമായിരുന്ന അവസ്ഥ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്നുവെങ്കിൽ. ഇനി നടക്കാൻ പോകുന്നത് എക്സ്ക്ലൂഷനാണ്, ഒഴിവാക്കലാണ്. അത് എത്രമാത്രം ഏത് അർത്ഥത്തിൽ മാരകമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ബീഹാറിന്റെ ഉദാഹരണം നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഇടപെടൽ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമോ ഇനി ഭാവിയിലെ SIR-കൾ? അഭിലാഷേ, ഇതിന് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് തീർച്ചയായിട്ടും ഉത്തരം പറയാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ശ്രീ A.A. റഹീം പറഞ്ഞതിൽ നിന്ന് ഞാനൊന്ന് തുടങ്ങാം. ഒന്ന്, 2023 ശേഷം ഈ നാട്ടിൽ ഇലക്ഷൻ കമ്മീഷനുകളെ നിയമിച്ചിരുന്നത് എങ്ങനെയാണ്, കമ്മീഷണർമാരെ നിയമിച്ചിരുന്നത് എങ്ങനെയായിരുന്നു? കേന്ദ്രത്തിൽ UPA ഭരിക്കുമ്പോൾ, നിങ്ങൾ പുറത്തു നിന്ന് പിന്തുണയ്ക്കുമ്പോൾ ഈ രാജ്യത്ത് ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചത് എങ്ങനെയായിരുന്നു? മന്ത്രിസഭ കൂടി ആലോചിക്കും, നേരെ പ്രസിഡന്റിന് കൊടുക്കും, അതല്ലേ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത്? അതിനുശേഷം ഒരു പ്രതിപക്ഷ നേതാവിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങളുടെ കാലഘട്ടത്തിലാണെന്ന്. ഇനി ഈ ജനാധിപത്യത്തെക്കുറിച്ചിട്ടൊക്കെ ഗിരിപ്രഭാഷണം ചെയ്യുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തിൽ മരിച്ച ആളുകളെ മൊത്തം കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ദിവ്യശക്തി ഉണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിങ്ങൾ മറന്നു പോകരുത്. അതിനൊരു മാറ്റം വന്നത് കേരളത്തിൽ CCTV-കൾ വന്നതിന് ശേഷം മാത്രമാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നമ്മൾ ചർച്ച ചെയ്യുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരിയിൽ വീട്ടിൽ പോയി കള്ളവോട്ട് ചെയ്തതിന് പോലീസ് നടപടി, നിങ്ങളുടെ പോലീസ് നടപടി എടുക്കപ്പെട്ട ഒരു BLA നിങ്ങളുടെയാണെന്ന് അതോടൊപ്പം തന്നെ 4 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പരാതി വന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ജനാധിപത്യത്തെ കൊല്ലുന്നതിന്റെ കഴുത്ത് ഞെരിക്കുന്നതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് എൻ്റെ റഹീമെ നിങ്ങളാണ്. വ്യാജ വോട്ടുകൾ, കള്ള വോട്ടുകൾ, മരിച്ച ആളുകൾ മൊത്തം ഒന്ന് വോട്ട് ചെയ്യുന്ന ദിവ്യശക്തി, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ്. പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്, സാർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി വ്യാജരേഖകൾ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ തന്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് രാജ്യത്തിന്റെ പരമോന്നത കോടതി ആ പദവിയിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നാണ്. അല്ലാതെ ഞങ്ങളുടെ ഒരാളും അങ്ങനെ പോലും, ഞങ്ങളുടെ ഒരു നേതാവും ഒരു പ്രധാനമന്ത്രിയും അങ്ങനത്തെ രീതിയിലൊന്നും പ്രധാനമന്ത്രി ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയിരിക്കണം. സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉപയോഗിച്ച് അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനാധിപത്യ പ്രക്രിയകളെയും അവതാളത്തിലാക്കി നിങ്ങൾ തന്നെ ജനാധിപത്യത്തെ കുറിച്ച് ഇരുന്ന് പറയണം. പിന്നെ അടുത്ത അഭിലാഷ് ചോദ്യത്തിലേക്ക് വരാം. അഭിലാഷ്, SIR-ൽ എന്താണ് സംഭവിക്കുന്നത്? ബീഹാറിൽ അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞു, ഈ വരാൻ പോകുന്ന അടുത്ത മാസം 1-ാം തീയതി വരെ, ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 1 വരെയുള്ള 30 ദിവസത്തിനകത്ത് ഈ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് എക്സ്ക്ലൂഡ് എന്നാണ്, എക്സ്ക്ലൂഡ് അല്ല. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ള രേഖകൾ കിട്ടാത്ത ഏതൊരാൾക്കും ആ രേഖകൾ കൊണ്ടുവന്നാൽ എങ്ങനെയാ പറഞ്ഞത്? നിങ്ങൾ അവരുടെ മറ്റേ പ്രസ് റിലീസും കൂടെ നോക്കണം. അവർ സംസ്ഥാനത്തിന്റെ പുറത്താണെങ്കിൽ അവരുടെ ആ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലുള്ള ഫോം എടുത്ത് ആ ഫോം ഫില്ല് ചെയ്ത് അവരുടെ ബന്ധുക്കൾ കൊടുത്താൽ മതി BLO-മാർക്ക്. ഇനി സംസ്ഥാനത്തിന്റെ പുറത്താണെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്ത് അതിലൊപ്പിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി എന്ന്. അപ്പോൾ ഇത്ര വിശാലമായിട്ട്, ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിനെയാണ് നിങ്ങൾ ഇത്തരത്തിൽ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടുത്തെ നിങ്ങളുടെ മാധ്യമങ്ങളുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിന്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ഇരട്ടത്താപ്പെന്ന് ഒരേ സമയത്ത് നിങ്ങൾ ഇലക്ഷൻ സംവിധാനങ്ങൾ സുപ്രീം കോടതി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന്. സുപ്രീം കോടതി അംഗീകരിക്കാതെ നിങ്ങളല്ലേ അഭിലാഷ നിങ്ങൾ അതിന് ന്യായീകരണം പറഞ്ഞു വരുന്നത്? അല്ലല്ല, അത് പറയട്ടെ, സുപ്രീം കോടതി അംഗീകരിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞെന്താണ്, നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരുത്താം, പക്ഷേ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം മുഴുവൻ തെറ്റാണ് എന്നുള്ള ധ്വനി നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞല്ലോ.
ഈ 0 കൂട്ടിയുള്ള വീട്ടു നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ. ഇനി തിരുത്തലുകൾ വരുത്തണമോ, തിരുത്താം. പക്ഷേ നിലവിൽ നടക്കുന്നത് എന്താണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, ഒരു വിഭാഗം മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത്. അവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒരു വശത്ത് ഒരു വശത്ത് നിങ്ങൾ പറയുന്നു ഇലക്ഷൻ സംവിധാനങ്ങളിൽ പ്രശ്നമുണ്ട്, സീറോ വീട്ടു നമ്പറിൽ വരുന്നു, ആളുകളുടെ അഡീഷൻ വരുന്നു, ഇരട്ട വോട്ടുണ്ടാവും എന്ന് പറയുന്നു. മറുവശത്ത് അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന ബീഹാറിൽ നിങ്ങൾ അതിനെ മറ്റു രീതിയിൽ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്, മറ്റു രീതിയിൽ അതിനെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെയും ഈ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണെന്ന്. ഈ SIR എന്തെങ്കിലും പരിമിതികളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്താമെന്ന് പറഞ്ഞല്ലോ, തിരുത്തിയല്ലോ, എത്രയോ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിലിരുന്ന് വാട്സപ്പിൽ അയച്ചു കൊടുക്കാവുന്ന ഒരു പ്രൂഫ് മതി എന്ന് പോലും പറയുന്നത്ര സുതാര്യമായ ഒരു സംവിധാനത്തെയാണ് നിങ്ങൾ ഈ രീതിയിൽ കാണിക്കുന്നതും മറുവശത്ത് കുഴപ്പങ്ങളുണ്ടെന്ന് വരുത്തി.